ഹലോ, വെൽക്കം ടു ദ ബുക്കിഷ് റൈറ്റർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബുക്ക് റിവ്യൂയിങ് ആണ്. അതായത് അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരൻ്റെ രാത്രി 12 ശേഷം എന്ന ബുക്കാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വായിച്ചിട്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് കേട്ടോ ഇത്. എൻ്റെ ഒരു കസിനാണ് എന്നോട് പറയുന്നത് ഈ ബുക്കൊന്ന് വായിച്ചു നോക്കൂ, നല്ല കൺസെപ്റ്റാണെന്ന്. അങ്ങനെ ഞാനിത് മേടിച്ച് വായിച്ചു നോക്കുകയാണ് ഉണ്ടായിരുന്നത്. ക്യൂവിഷൻ എന്ന മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വനിതാ സേവ്യറിൽ നിന്നുമാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ആക്സിഡൻ്റലി ഒരാളെ ഹിറ്റ് ചെയ്യുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് നമ്മൾ ഈ കഥയിലൂടെ കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഈ ബുക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് മൈ കപ്പ് ഓഫ് ടീ ബിക്കോസ് എനിക്ക് ഈ ബുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ബുക്കിനെ വായിച്ച് തീർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രക്കൊരു ക്യൂരിയോസിറ്റിയും ആവേശത്തോടും കൂടിയാണ് ഈ ബുക്കിനെ ഞാൻ വായിച്ച് തീർത്തത്. എനിക്ക് ഇതിലുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ബുക്ക് വാങ്ങിച്ച് 2 ദിവസം കൊണ്ട് തന്നെ ഇത് വായിച്ച് തീർത്തു കേട്ടോ. തുടക്കം സാധാരണ എല്ലാ ബുക്കിലും ഉള്ളതുപോലെ തുടക്കങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇദ്ദേഹം വളരെ ലളിതമായ മലയാളത്തിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. ആ ഒരു രീതി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതികളൊക്കെ. അങ്ങനെ ഇത് സ്റ്റാർട്ടായി, എനിക്ക് ഭയങ്കര ആവേശമായി. പിന്നെ ഇത് മുന്നോട്ട് പോകുന്തോറും ഇനി അടുത്തതെന്ത് എന്നുള്ളൊരു ആവേശത്തിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെത് തന്നെ രാം കെയർ ഓഫ് ആനന്ദി, പിന്നെ ഓജോ ബോർഡ്, അങ്ങനെയുള്ള ബുക്കുകൾ. എനിക്ക് തോന്നി ഓജോ ബോർഡ് എന്ന് പറയുന്നത് ഈ ബുക്കിന് മുന്നേ ഇറങ്ങിയ ബുക്കാണ്. അങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിലൊക്കെ വെച്ചിട്ട് ഏറ്റവും വർക്കായൊരു പുസ്തകം ഇതാണ്. ഈ ഓജോ ബോർഡും ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം അത് എനിക്കൊരു ക്യൂരിയോസിറ്റിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബുക്ക് കുഴപ്പമില്ല, പക്ഷേ ഇതെന്തോ എനിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് വർക്കായി. പക്ഷേ ഈ ബുക്കിന് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരു പക്ഷേ ഈ ഒരു രീതി, അതായത് ഇതിലൊരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്, ഈ ആസ്ട്രൽ പ്രൊജക്ഷനും ഈ ബോഡി സ്വാപ്പിംഗ് ഒക്കെ. അതൊന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് മേ ബി ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് വർക്കാവണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുസ്തകം അങ്ങോട്ട് വർക്കായി. ഞാൻ ആക്ച്വലി പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു, ഈ രീതിയിലുള്ള കൺസെപ്റ്റൊക്കെ ഇദ്ദേഹത്തിന് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വരെ ചിന്തിച്ചു. കാരണം നമുക്കൊരു കൺസെപ്റ്റ് കിട്ടി അതിനെ ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ എഴുതിയെടുക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ അറിയാം. ഒരു കൺസെപ്റ്റിനെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വായനക്കാരൻ്റെ ഉള്ളിൽ കടന്നു കയറി അവരിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ വിജയമാണ്. നമ്മൾ കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. കണക്ട് ചെയ്ത് പിന്നീട് ധാരാളം ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. എങ്കിൽ കൂടെ ഈ വനിതാ സേവ്യർ എന്നുള്ള ക്യാരക്ടറിലാണ് ഈ കഥ തുടങ്ങുന്നതും ആ ക്യാരക്ടറാണ് ഈ കഥനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ. പിന്നെ അതിൽ ഈ ബാണാസുര ഡാം വരുന്നുണ്ട്. ഈ ബാണാസുര ഡാമിൻ്റെ കഥകളൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ പിന്നെ ഞാൻ ശരിക്കും വണ്ടറായി, എൻ്റെ കിളിപോയി തന്നെ പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നി. പിന്നെ അവർ ആക്സിഡൻ്റലി രാത്രി സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരാളെ ഹിറ്റ് ചെയ്യുന്നതാണ് ഈ കഥയുടെ തുടക്കവും. അവർ പിന്നെ സിദ്ധാർത്ഥിൻ്റെ പുറകെ പോകുന്നതൊക്കെയാണ് കഥ. കിവി എന്ന കേക്ക് കമ്പനിയിലാണ് സിദ്ധാർത്ഥ് വർക്ക് ചെയ്യുന്നത്. അവന് ഇവരുടെ മുന്നിൽ രാത്രിയിൽ എങ്ങനെയോ പെട്ടുപോകുന്നതും അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. ഇതിലേക്ക് ചന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ വരികയും അവർ മുഖേന ഈ സിദ്ധാർത്ഥിനെ കണ്ടുപിടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിൽ അടുക്കുന്നതും അങ്ങനെ അവളോട് സിദ്ധാർത്ഥ് ചോദിക്കുന്നതാണ്, പിന്നെ അവനെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ല അവനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവളോട് പിന്നെ ഹെൽപ്പൊക്കെ ചോദിക്കുന്നതാണ് ഈ കഥയിലെ ഒരു കഥ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫൈനലി അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് എത്രത്തോളം വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല. പലർക്കും ഇതിൻ്റെ അവസാനത്തേക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയോന്നും അറിയില്ല. പക്ഷെ അവരിങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും തോറും ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിലേക്ക് വരുന്നു. ഈ സിദ്ധാർത്ഥിൻ്റെ പേരൻസ് എന്ന് പറയുന്ന ആൾക്കാരും, പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ബോഡി ഷെയ്മിങ്. അതായത് ഇതിലൊരു ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആ ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ഒരു ബോഡി ഷെയ്മിങ് നമ്മളെ മനസ്സിൽ നിന്നും മായാതെ അത് സ്വന്തം സിബ്ലിങ്സിനോട് വരെ നമുക്ക് വെറുപ്പുണ്ടാവുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്.
കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നേരം ഇതിൻ്റെ ഒരു സ്പോയിലർ ആവുകയാണല്ലോ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ മിസ്റ്ററി കാര്യങ്ങളോട് താല്പര്യമുള്ള ഒരാളെ ഒരിക്കലും ഈ പുസ്തകം നിരാശപ്പെടുത്തൂല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ കേട്ട റിവ്യൂസൊക്കെ വെച്ച് നോക്കുമ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് ആസ്വദിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബുക്കിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ വായിച്ച് നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഫീൽ ഗുഡ് മാത്രം നോക്കി പോകുന്ന ആളുകൾക്ക് ഞാൻ ഈ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാത്ത ആളുകൾക്ക് ഈ പുസ്തകം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചി, വയനാട്, ഹൊസൂറൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പുസ്തകത്തിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കഥകൾ പോകുന്നത്, ഈ കഥകൾ നടക്കുന്നതൊക്കെ. നമ്മളൊരു കൺസെപ്റ്റിൽ നിന്നും വേറെയായിട്ടാണ് ഇതിൻ്റെ കഥകളൊക്കെ പോകുന്നത്. എങ്ങനെയും നടക്കുന്നുണ്ടോ, എന്താ ഇപ്പം പറയുക, കുറേ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്പോയിലറായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടേ. ഇങ്ങനെയും ഈ ലോകത്ത് നടക്കുന്നുണ്ടോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ച് പോവും. ഈ ബാണാസുര ഡാമിൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഡാം ഉണ്ടായതെന്തോ അത് ഞാനും കേട്ടിട്ടുണ്ട്. അവിടെ ആദ്യം ആൾ താമസിച്ചിരുന്നു, പിന്നാണ് ആ ഡാം അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളൊരു കഥ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് അതിന് ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ വിശ്വസിപ്പിച്ച് വായിച്ച് നമ്മളത് വിശ്വസിക്കാന്ന് വെച്ചാൽ നമ്മൾ കൺസെപ്റ്റിനെ എടുത്തു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിലുള്ള പുസ്തകങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാൻ പറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം നല്ല വർക്കായിട്ടുണ്ട്. ഈ രീതിയിലുള്ള പുസ്തകങ്ങളെ ഇനിയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് ഇവിടെ നിർത്തിയാലോ? വീണ്ടും ഒരു പുസ്തകങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ കഥകളായിട്ട് വരാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളതല്ലേ. അപ്പം ഓക്കെ, ബൈ ബൈ.